السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഫഹ്ഫൽ ലിസാനക മിൻ സമാനിയത്തിന് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയിരുന്നത്. നിന്റെ നാവിനെ 8 കാര്യങ്ങളിൽ നിന്ന് നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അതിലെ 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 4-മത്തതാണ് പറയുന്നത്. അർ-റാബിഉ അൽ മിറാഉ വൽ ജിദാലു വ മുനാഖശത്തുൻ നാസി ഫിൽ കലാമി. മിറാ, ജിദാല്, മുനാഖശത്ത് എന്നൊക്കെ പറഞ്ഞാൽ തർക്കിക്കുക. അപ്പോൾ ജനങ്ങളുമായി ഓരോ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിനെ സംബന്ധിച്ചാണ്. അതിൽ നിന്നും നാവിനെ സൂക്ഷിക്കണം. ഫദാലിക ഫീഹി ഈദാഉൽ ലിൽ മുഖാത്തബി. ഈ തർക്കിക്കുന്നതിൽ നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കലുണ്ട്. വ തജ്ഹീലുൽ ലഹു, ആ വ്യക്തിയെ വിവരമില്ലാത്തവനാക്കലും ഉണ്ട്. വ തഅനും ഫീഹി, അവനെ ആക്ഷേപിക്കലുമുണ്ട്. അതിൽ വഫീഹി സനാഉൻ അലൻ നഫ്സി, സ്വന്തത്തെ പുകഴ്ത്തലുമാണ്. അപ്പോൾ സ്വന്തം എനിക്കാണ് സത്യം അറിയാം എന്ന ഒരു സ്ഥാപിക്കലിലൂടെ സ്വന്തത്തെ പുകഴ്ത്തലാണ് അതിൽ സംഭവിക്കുന്നത്. തസ്കിയത്തുൽ ലഹാ ബി മസീദുൽ ഫിത്നതി വൽ ഇൽമി, അറിവും ബുദ്ധിയൊക്കെ കൂടുതലാണ് എന്നതുകൊണ്ട് സ്വന്തം നഫ്സിനെ പരിശുദ്ധമാക്കുക. ഇതൊക്കെയാണ് മിറായിലൂടെയും ജിദാലിലൂടെയും മുനാഖശത്തിലൂടെയും ഒക്കെ സംഭവിക്കുന്നത്. സുമ ഹുവ മുഷവ്വിഷുൽ ലിൽ ഐഷി, പിന്നെ അത് ജീവിതക്രമത്തെ തന്നെ തെറ്റിക്കുന്നതാണ്, ജീവിത രീതിയെ തന്നെ ദോഷകരമായി ബാധിക്കുന്നതാണ്. ഫഇന്നക ലാ തുമാരി സഫീഹൻ, തീർച്ചയായിട്ടും നീ ഒരു വിഡ്ഢിയായ മനുഷ്യനോട് തർക്കിക്കുകയില്ല. ഇല്ലാ വൈ ഉദീക, ആ സഫീഹ് നിന്നെ ബുദ്ധിമുട്ടിക്കും. നിനക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിത്തീരും. ഇനിയോ സുമ്മ വലാ തുമാരി ഹലീമൻ, ഒരു സഹനശേഷിയുള്ള ഒരു വ്യക്തിയോട് നീ തർക്കിക്കുകയില്ല. ഇല്ലാ വൈ യഖ്ലിയക, അയാൾ നിന്നെ അസ്വസ്ഥനാക്കും. അപ്പോൾ തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും, മനസ്സിൻ്റെ ശാന്തത നഷ്ടപ്പെടാണ്. വയഹഖുദു അലൈക, അയാൾക്ക് നിന്നോട് പകയും ഉണ്ടാകും. അഖദ് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൻ തറക്കൽ മിറാഅ വഹുവ മുബ്തിലുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫീ റബദിൽ ജന്ന വമൻ തറക്കൽ മിറാഅ വഹുവ മുഹിഖുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫീ അഅലൽ ജന്ന. മൻ തറക്കൽ മിറാഅ, ആരെങ്കിലും തർക്കത്തെ ഒഴിവാക്കിയാൽ, വഹുവ മുബ്തിലുൻ, അയാൾ സമർത്ഥിക്കാനുള്ളത് തെറ്റായ കാര്യമാണ്, എന്നിട്ടാണ് അയാൾ ആ തർക്കത്തെ ഒഴിവാക്കിയത്. അങ്ങനെയാണെങ്കിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫീ റബദിൽ ജന്ന, അള്ളാഹു അയാൾക്ക് സ്വർഗത്തിൻ്റെ താഴ്ഭാഗത്ത് ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതാണ്. വമൻ തറക്കൽ മിറാഅ വഹുവ മുഹിഖുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫീ അഅലൽ ജന്ന, ആരെങ്കിലും തർക്കത്തെ ഉപേക്ഷിച്ചു, അയാൾ ഹക്കിൻ്റെ ഭാഗത്താണ്, ഹക്കാണ് അയാളെ സ്ഥിരപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല മനപ്രയാസം ഉണ്ടാകും ആ സമയത്ത് ജിദാൽ ഒഴിവാക്കുമ്പോൾ, ഹക്ക് കയ്യിലുണ്ടായിരിക്കാൻ. എന്നിട്ടും അയാൾ ആ മിറായിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിൻ്റെ മേൽത്തട്ടിലൊരു വീട് നിർമ്മിച്ചു നൽകുന്നതാണ്. അപ്പോൾ എപ്പോഴും തർക്കം ഉപേക്ഷിക്കുക എന്നതാണ് കൂടുതൽ കൂലി ലഭിക്കുന്ന കാര്യം. ഇതിൽ മുനാദറ ഉൾപ്പെടുകയില്ല. മുനാദറ എന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവ് പിടിക്കൽ മാത്രമല്ല മുനാദറ. മുനാദറ എന്ന് പറയുമ്പോൾ എതിർകക്ഷി എന്താണോ പറയുന്നത് അത് നമ്മൾ ഉൾക്കൊള്ളുന്നു, നമ്മൾ പറയുന്നത് എതിർകക്ഷിയും ഉൾക്കൊള്ളുന്നു, രണ്ട് ഭാഗവും രണ്ട് വാദങ്ങൾ ഉന്നയിക്കുന്നു, അതിലെ ശരി ആയിട്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു.
അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ഇതൊന്നും വിലക്കപ്പെട്ട വിഷയങ്ങളല്ല. പിന്നെ തർക്കങ്ങളിൽ ഏർപ്പെടലാണ്. വാക് സാമർഥ്യവും തെളിവ് പിടിക്കാനുള്ള കഴിവും മറ്റൊക്കെ പ്രകടമാക്കിക്കൊണ്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടലാണ് തെറ്റായിട്ടുള്ള കാര്യം. വലാ യംബഗി അൻ യഖ്ദഅക ശൈത്വാനു വയഖൂല ലക, ഷെയ്ത്താൻ നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. ഷെയ്ത്താൻ വഞ്ചിച്ചുകൊണ്ട് ഷെയ്ത്താൻ പറയും എന്ത്? അദ്ഹിരിൽ ഹഖ വലാ തുദാഹിൻ ഫീഹി, നീ സത്യത്തെ വെളിവാക്കിക്കോ, പ്രകടമാക്കിക്കോ, നിൻ്റെ ഭാഗത്താണ് സത്യമുള്ളത്, അതുകൊണ്ടത് നീ സ്ഥാപിച്ചെടുക്കണം എന്നൊക്കെ ഷെയ്ത്താൻ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. വലാ തുദാഹിൻ ഫീഹി, അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്തു കൊടുക്കണ്ട എന്നൊക്കെ പറയും. ഫഇന്ന ഷെയ്ത്താന, തീർച്ചയായിട്ടും ഷെയ്ത്താൻ അബദൻ എല്ലാ സമയത്തും യസ്തജിറുൽ ഹംഖ ഇല ശർരി ഫി മഅരിദിൽ ഖൈർ, നന്മയുടെ ഇടങ്ങളിൽ ഷെറിലേക്കാണ്, നന്മ ലഭിക്കേണ്ട കാര്യങ്ങളിലൊക്കെ എങ്ങനെ അതിൽ നിന്ന് ഷെറിലേക്ക് എത്തിക്കാം, ഷെറിലേക്ക് വലിച്ചു കൊണ്ടുവരാനാണ് ഷെയ്ത്താൻ എപ്പോഴും ശ്രമിക്കുക. ഫലാ തകുൻ ളുഹ്കതൻ ലിശ്ശൈത്താൻ ഫയസ്ഖർ ബിക, നീ ഷെയ്ത്താനെ ചിരിക്കാനുള്ള ഒരു കാരണമായി മാറരുത്, ഷെയ്ത്താൻ നിന്നെ പരിഹസിക്കുന്നതാണ്. ഫഇദ്ഹാറുൽ ഹഖി മഅ മൻ യഖ്ബിലുഹു മിൻക, അപ്പോൾ ഫഇദ്ഹാറുൽ ഹഖി, സത്യത്തെ വെളിവാക്കൽ, മഅ മൻ യഖ്ബിലുഹു മിൻക, നിന്നിൽ നിന്ന് സ്വീകരിക്കുന്നവരോടൊപ്പം. അപ്പോൾ എങ്ങനെയാണ് ഹക്ക് നമ്മുടെ കയ്യിലുണ്ടായാൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് സ്ഥാപിച്ചു കൊടുക്കേണ്ടത്? അവർ നിന്നിൽ നിന്ന് സ്വീകരിക്കുമെങ്കിലാണ്. സ്വീകരിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരിക്കലും അവരോട് അത് സ്ഥാപിക്കാൻ പോകേണ്ട ആവശ്യമില്ല. സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അത് അവർക്ക് വെളിവാക്കി കൊടുക്കാം. അത് ഏത് രൂപത്തിലായിരിക്കണം? ഫദാലിക ബി ത്വരീഖിൻ നസീഹത്തി ഫിൽ ഖുഫ്യ, രഹസ്യമായിട്ടുള്ള ഉപദേശ രൂപത്തിലായിരിക്കണം അവരോട് സത്യം വെളിവാക്കി കൊടുക്കേണ്ടത്. ലാ ബി ത്വരീഖിൽ മുമാറാത്തി, തർക്കത്തിൻ്റെ വഴിയിലൂടെ ആയിരിക്കരുത്. തർക്കത്തിൻ്റെ വഴിയിലൂടെ ആകുമ്പോൾ അതിന് റിസൾട്ടും ഉണ്ടാവില്ല. വലിൻ നസീഹത്തി സിഫത്തുൻ വ ഹൈഅത്തുൻ, നസീഹത്തിന് അതിൻ്റേതായ ചില വിശേഷണങ്ങളും അപ്രകാരം തന്നെ അതിൻ്റേതായ ചില രൂപങ്ങളൊക്കെ ഉണ്ട്. യുഹ്താജു ഫിഹ ഇല തലത്തുഫി, നസീഹത്തിൽ ശാന്തത ആവശ്യമാണ്. ക്ഷോഭിച്ചുകൊണ്ട് അമിതമായ വികാരപ്രകടനങ്ങളോടുകൂടി വിഷയങ്ങൾ അവതരിപ്പിക്കുക, കാര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുക, അതൊന്നും ഫലം കാണുന്ന വിഷയമല്ല. വളരെ ശാന്തമായിട്ട് വേണം മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഉപദേശിക്കാനും. ഫസ്വാറ ഫസാദുഹ അക്സറ മിൻ സ്വലാഹിഹ, ഈ നസീഹത്തിൻ്റെ ഫസാദ്, അതിൻ്റെ തിന്മ, അതിൻ്റെ നന്മയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട സംഗതിയാണ് നസീഹത്ത്. വമൻ ഖാലത മുതഫഖിഹത്തൽ അസ്രി ഗലബ അലാ ത്വബാഹിൽ മിറാഉ വൽ ജിദാൽ, കാലഘട്ടത്തിലെ പണ്ഡിതരുമായി ഇടകലർന്ന ആളുകൾക്കൊക്കെ ഒരു തർക്ക സ്വഭാവം അവരിൽ കാണാൻ സാധിക്കുന്നു, തർക്കിക്കുന്ന സ്വഭാവം. ബഅസുറ അലൈഹി സുംതു, അവർക്ക് മൗനം പാലിക്കുക എന്നത് പ്രയാസകരവുമാണ്. ഒരു വിഷയം കണ്ടു കഴിഞ്ഞാൽ ഉടൻ പ്രതികരിക്കും, തർക്കത്തിലേർപ്പെടും, അവനവൻ്റെ വാദങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഇത് അൽഖാ ഇലൈഹിം ഉലമാ ഉസു, അവർക്ക് മോശപ്പെട്ട ഉലമാ ഉസു, തിന്മയുടെ പണ്ഡിതന്മാർ, തിന്മയുടെ വക്താക്കളായ പണ്ഡിതന്മാർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? അന്ന ദാലിക ഹുവൽ ഫളിൽ, ഈ തർക്കത്തിൽ ഏർപ്പെടുക എന്നതൊക്കെയാണ് ശ്രേഷ്ഠത. വൽ ഖുദ്റത്തു അലൽ മഹാജ്ജത്തി, തൻ്റെ വാദങ്ങൾക്കൊക്കെ തെളിവുകൾ നിരത്തി തെളിവ് സ്ഥാപിക്കുക എന്ന്, അതിനൊക്കെയുള്ള കഴിവാണ് യഥാർത്ഥ കഴിവ്, പാണ്ഡിത്യം എന്നൊക്കെ ഈ ഉലമാ ഉസു പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ, പണ്ഡിതന്മാരുമായി ഇടകലരുന്ന ആളുകൾ പോലും എന്തിനാണ് പ്രാമുഖ്യം നൽകുക?
ഈ തർക്കങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുക. അതേപോലെ തന്നെ മുനാഖശത്തിനാണ് ഫضൽ എന്നൊക്കെ, മുനാഖശത്തിനും മുഹാജത്തിനൊക്കെ ഉള്ള കഴിവ്, അതിലാണ് വലിയ ഫضൽ എന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ്. ഹുവല്ലദീ യുതമദ്ദഹു ബിഹി, അതുകൊണ്ടൊക്കെയാണ് പ്രശംസ ലഭിക്കുക. പ്രശംസിക്കപ്പെടേണ്ടത് തെളിവ് പിടിക്കാനും തർക്കിക്കാനും ഒക്കെയുള്ള കഴിവിൻ്റെ മേലിലാണ് എന്നൊരു ധാരണ അവരിലുണ്ടായിത്തീരാണ്. അപ്പോൾ ഇമാം ഗസാലി റഹിമഹുല്ല അദ്ദേഹം നൽകുന്ന ഉപദേശം എന്താണ്? ഫഫിറ മിൻഹും ഫിറാറക മിനൽ അസദി. ഒരു സിംഹത്തെ കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് പേടിച്ചോടുക, അതേ രൂപത്തിൽ അങ്ങനെ വേണം ഇത്തരം ആളുകളിൽ നിന്നും പേടിച്ചോടാൻ, അകന്നു മാറാൻ. ഇത്രയും അപകടകാരികളാണ് ഇത്തരം ആശയങ്ങൾ നമ്മിലേക്ക് പകർന്നു തരുന്നവർ, അവർ പണ്ഡിതരാണെങ്കിൽ പോലും എന്നാണ്. വഅലം അന്നൽ മിറാ സബബുൽ മഖ്തി ഇൻദല്ലാഹി വഇൻദൽ ഖൽഖി. നീ അറിയണം, ഈ മിറാ എന്നത്, തർക്കം എന്നത്, അത് ശിക്ഷയ്ക്ക് കാരണമാണ്. മഖ്ത് ശിക്ഷയ്ക്ക് കാരണമാണ്. അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും അടുക്കൽ ശിക്ഷ ലഭിക്കാൻ മിറാ കാരണമാണ് എന്ന് നീ അറിയേണ്ടതുണ്ട്. ഇനി അഞ്ചാമത്തെ കാര്യമാണ് അൽ ഖാമിസു തസ്കിയത്തുൻ നഫ്സി. ആത്മപ്രശംസ നടത്താൻ പാടില്ല. ഖാല അല്ലാഹു തആല വലാ തുസക്കു അൻഫുസകും ഹുവ അഅലമു ബിമൻ ഇത്തഖ. ഫലാ തുസക്കു അൻഫുസകും, നിങ്ങൾ ആത്മപ്രശംസ നടത്തരുത്. ഹുവ അഅലമു ബിമൻ ഇത്തഖ, അള്ളാഹുവിനെ അറിയാം, അള്ളാഹുവിനെ ഏറ്റവും അധികം നന്നായിട്ടറിയാം ആരാണ് തഖ്വയുള്ള ജീവിതം നയിക്കുന്നത് എന്ന്. വഖീല ലി ബഅദിൽ ഹുക്കമായി, ചില പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടു, മസ്സിദ്ഖുൽ ഖബീഹ്, ഏറ്റവും മോശപ്പെട്ട സത്യം ഏതാണ്? അപ്പോൾ അതിന് പണ്ഡിതൻ നൽകിയ മറുപടി സനാഉൽ മർഇ അലാ നഫ്സിഹി, ഒരാൾ സ്വന്തത്തെ പുകഴ്ത്തലാണ് ഏറ്റവും മോശപ്പെട്ട സത്യം. പറയുന്നത് സത്യമാണെങ്കിൽ പോലും സ്വന്തത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കരുത്. ഫഇയ്യാക അൻ തതഅവ്വദ ദാലിക, അത് പതിവാക്കലിനെ നീ സൂക്ഷിക്കണം. വഅലം, നീ അറിയണം, അന്ന ദാലിക യുൻഖിസു മിൻ ഖദ്രിക ഇൻദന്നാസി, അത് ജനങ്ങളുടെ അടുക്കലുള്ള നിൻ്റെ സ്ഥാനത്തെ കുറക്കുമെന്ന്. ജനങ്ങളുടെ അടുത്ത് നിനക്കുള്ള സ്ഥാനം പോലും കുറയാൻ നിൻ്റെ ആത്മപ്രശംസ കാരണമാകുന്നതാണ്. വയൂജിബു മഖ്തക ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ശിക്ഷയെയും അത് നിർബന്ധമാക്കി തീർക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റവും കിട്ടും, ജനങ്ങളുടെ അടുത്ത് ഉള്ള വിലയും നഷ്ടപ്പെടുകയും ചെയ്യും. ഫഇദാ അറദ്ത അൻ തഅരിഫ അന്ന സനാഅക അലാ നഫ്സിക ലാ യസീദു മിൻ ഖദ്രിക ഇൻദ ഗൈരിക. ഫഇദാ അറദ്ത അൻ തഅരിഫ, നീ അറിയാൻ ഉദ്ദേശിച്ചാൽ, അന്ന സനാഅക അലാ നഫ്സിക, നിൻ്റെ നഫ്സിൻ്റെ മേലിലുള്ള നിൻ്റെ പുകഴ്ത്തൽ, നിൻ്റെ ആത്മപ്രശംസ, ലാ യസീദു മിൻ ഖദ്രിക ഇൻദ ഗൈരിക, നീ അല്ലാത്തവരുടെ അടുക്കലുള്ള നിൻ്റെ സ്ഥാനത്തെ വർദ്ധിപ്പിക്കുകയില്ല എന്നാണല്ലോ പറഞ്ഞത്. അത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണമെന്ന് നിനക്കുണ്ടെങ്കിൽ നീ അറിയണം, നീ ചെയ്യേണ്ടത് എന്താണ്? ഫൻദുർ ഇല അഖ്റാനിക, നീ നിൻ്റെ കൂട്ടുകാരിലേക്കൊന്ന് നോക്കുക. ഇദാ അസ്നൗ അലാ അൻഫുസിഹിം ബിൽ ഫദ്ലി വൽ ജാഹി വൽ മാലി, നിൻ്റെ കൂട്ടുകാർ അവരുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടൊക്കെ ഇങ്ങനെ സ്വന്തം പുകഴ്ത്തുന്നത് നീ കണ്ടാൽ, ഫകൈഫ യസ്തൻകിറുഹു ഖൽബുക അലൈഹിം വയസ്തഖിലുഹു തബഉക, നിൻ്റെ ഹൃദയം അവരുടെ മേൽ എത്ര വെറുപ്പ് കാണിക്കും, അല്ലേ? നിനക്ക് അതെത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഫകൈഫ തദുമ്മുഹും അലൈഹി ഇദാ ഫാറഖ്തഹും, ആ ഒരു മദ്ഹ് സനാഇൻ്റെ പേരിൽ അയാളോട് നീ വേർപിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ അയാളെ ആക്ഷേപിക്കും. അപ്പോൾ നമ്മുടെ മുമ്പിൽ നിന്ന്, നമ്മുടെ സാന്നിധ്യത്തിൽ ഒരാൾ സ്വന്തത്തെക്കുറിച്ച് ഒരുപാട് പൊക്കി പറഞ്ഞാൽ അയാൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ തന്നെ മനസ്സിൽ അയാളെ ശപിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. പോയി കഴിഞ്ഞാൽ അയാളെ ആക്ഷേപിക്കും, ഒരു സംശയവുമില്ല.
ഫഅലം അന്നഹും അയ്ളൻ ഫി ഹാലി തസ്കിയതിക ലിനഫ്സിക. നീ മനസ്സിലാക്കേണ്ടത് എന്താണ്? നീ നിന്നെ പുകഴ്ത്തുന്ന സമയത്ത് ഇതേ അവസ്ഥ തന്നെയാണ് അവർക്കും ഉണ്ടാകുന്നത്. യദുമൂനക ഫി ഖുലൂബിഹിം നാജിസൻ. അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ അവരുടെ ഹൃദയം കൊണ്ട് നിന്നെ ദമ്മ് ചെയ്യുന്നു, നിന്നെ അഭിശംസിക്കുന്നു. വസയുദ്ഹിറൂനഹു അൽസിനത്തുഹും ഇദാ ഫാറഖ്തഹും. നീ അവരോട് വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ അവരാ ദമ്മ് പ്രകടമാക്കുകയും ചെയ്യും. അപ്പം നീ ഉണ്ടാകുമ്പോൾ നിൻ്റെ മുഖത്ത് നോക്കിയൊരു പക്ഷെ അവരൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, കേട്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ നീ പോയി കഴിഞ്ഞാൽ നിന്നെ അവർ കുറ്റപ്പെടുത്തി സംസാരിക്കും എന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഈ തസ്കിയത്തുൻ നഫ്സ് നിനക്ക് ശരിക്കും ഒരാളിങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ അയാളെ മനസ്സിലുള്ളത് എന്താണ്? എൻ്റെ കഴിവുകൾ, എൻ്റെ സ്ഥാനമാനങ്ങൾ, സമ്പത്തൊക്കെ മറ്റുള്ളവർ അറിയട്ടെ, എന്നിട്ട് അവർ എനിക്ക് ഒരു കൂടുതൽ വില നൽകട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കും അയാൾ പറയുന്നത്. പക്ഷെ അത് വില നൽകുകയല്ല, ഉള്ള വില പോലും കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് മുസന്നിഫ് ഈ ഒരു ഉദാഹരണത്തിലൂടെ. ഇനി ആറാമത്തെ കാര്യം പറയാം. അസ്സാദിസു അൽഐനു ശബിക്കൽ. ഫഇയ്യാക അൻ തൽഅന ഷൈഅൻ മിമ്മാ ഖലഖല്ലാഹു തആല. അല്ലാഹു തആല സൃഷ്ടിച്ചതിൽ നിന്ന് ഒന്നിനെയും ശപിക്കരുത്. ശപിക്കലിനെ നീ സൂക്ഷിക്കണം. മിൻ ഹയവാനിൻ. അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾ എന്ന് പറയുമ്പോൾ മൃഗങ്ങളായാലും ഭക്ഷണമാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഒന്നിനെയും ശപിക്കാൻ പാടില്ല. ഫലാ തഖ്തഉ ബി ഷഹാദതിക അലാ അഹദിൻ മിൻ അഹ്ലിൽ ഖിബ്ല. അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട ഒന്നിൻ്റെ മേലിലും നീ സാക്ഷ്യം വഹിക്കൽ കൊണ്ട്, നീ സാക്ഷി പറഞ്ഞുകൊണ്ട് ഉറപ്പിക്കരുത്. നീ ഉറപ്പിച്ച് സാക്ഷ്യം വഹിക്കരുത്. ഷിർക്ക്, കുഫ്ർ, നിഫാഖ് എന്നിവ കൊണ്ട്. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന മനുഷ്യരെ അവർക്ക് വിശ്വാസവൈകല്യങ്ങൾ കണ്ടാൽ പോലും അവർ മുശ്രിക്കാണെന്ന് ഉറപ്പിച്ചു പറയരുത്. അവർ മറ്റു തമ്മാടിത്തരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരെക്കുറിച്ച് കാഫിർ എന്ന് ഉറപ്പിച്ചു പറയരുത്. മുനാഫിഖ് എന്ന്, കപടവിശ്വാസി എന്ന് ഉറപ്പിച്ചു പറയരുത്. അതുപോലെ തന്നെ ഷിർക്ക്, കുഫ്ർ, നിഫാഖ് എന്നിവ പോലെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ മേൽ ഖണ്ഡിതമായ രൂപത്തിൽ ഉറപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിക്കരുത്. കാരണം എന്താ? ഫൈനൽ മുത്തലി അല സറാഇരി ഹുവല്ലാഹു തആല. രഹസ്യങ്ങൾ വെളിവാകുന്നത് അള്ളാഹുവിൻ്റെ മാത്രമാണ്. ഒരാളുടെ ഉള്ള് എന്താണ് എന്ന് നമുക്കറിയില്ല. മുറലിള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, നഹ്നു നഹ്കുമു ബിൽ ളവാഹിർ വല്ലാഹു യതവല്ല സറായിർ എന്ന്. നമ്മുടെ നബിയുടെ ഉമ്മത്തിലെ ഏറ്റവും ബുദ്ധിമാനായി പരിഗണിക്കപ്പെടുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, നഹ്നു നഹ്കുമു ബിൽ ളവാഹിർ. ലാഹിറായ കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ വിധിക്കുന്നു, സറായിർ അത് അള്ളാഹുവിനാണ് അറിയുക എന്ന്. അപ്പോൾ ഒരാളുടെയും സിർ എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരാൾ നിസ്കരിക്കുന്നത് കണ്ടാൽ, നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ മുനാഫിഖാണെന്ന് നമ്മൾ പറയാൻ പാടില്ല. നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളെക്കുറിച്ച് മുശ്രിക്കാണെന്ന്, കാഫിറാണെന്ന് ഒരിക്കലും തന്നെ പറയാൻ നമുക്ക് അവകാശമില്ല. ഫലാ തദ്ഖുൽ ബൈനൽ ഇബാദി വ ബൈനല്ലാഹി തആല. അത് അള്ളാഹുവിൻ്റെയും അടിമകൾക്കും ഇടയിലുള്ള കാര്യമാണ്. അപ്പോൾ അതിനിടയിൽ, അള്ളാഹുവിൻ്റെയും അവൻ്റെ അടിമകളുടെയും ഇടയിൽ നീ പ്രവേശിക്കരുത് എന്ന്. ഇൻഷാ അല്ലാഹ് ലഅനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഇനി പറയാനുണ്ട്. വായിലം, നീ അറിയണം, അന്നക യൗമൽ ഖിയാമത്തി ലാ യുഖാലു ലക. അന്ത്യനാളിൽ നിന്നോട് പറയപ്പെടുകയില്ല ലിമ ലം തൽഅൻ ഫുലാനൻ വലിമ സക്കത്ത അൻഹു. നീ എന്തുകൊണ്ട് ഇന്നയാളെ ശപിച്ചില്ല എന്ന് നിന്നോട് ഒരിക്കലും അല്ലാഹു തആല ചോദിക്കുകയില്ല. എന്തുകൊണ്ട് നീ മൗനം പാലിച്ചു, ശപിക്കാതിരുന്നു എന്നും
അള്ളാഹു താല ചോദിക്കുകയില്ല. ബൽ മറിച്ച് ലൗലം തെൽ അൻ എന്നല്ല, ലൗലം തെൽ അൻ ഇബ്ലീസ തൊവ്വലല്ലാഹു ഉമറക്ക വലം തഷ് അൽ ലിസാനക ബിദിക്രിഹി ലം തുസ് അൽ അൻഹു. നിങ്ങൾക്ക് അള്ളാഹു താല ഒരുപാട് ആയുസൊക്കെ തന്നു, പക്ഷേ നീ ഇബ്ലീസിനെ ഒരു സമയം പോലും ശപിച്ചില്ല, ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ഇബ്ലീസിൻ്റെ പേര് കേട്ടിട്ട് പോലും നീ പറഞ്ഞില്ല, ഇബ്ലീസിനെ കുറിച്ചൊന്നും നീ പറഞ്ഞില്ല. ലം തുസ് അൽ അൻഹു, നിന്നോട് ഒരിക്കലും തന്നെ ചോദിക്കൂല നീ എന്താ ഇബ്ലീസിനെ കുറിച്ചൊന്നും പറയാതിരുന്നത് എന്ന് അള്ളാഹു താല ചോദിക്കുകയില്ല. വലം തുതാലിബ് ബിഹി യൗമൽ ഖിയാമ, അതുകൊണ്ട് അന്ത്യനാളിൽ ആവശ്യപ്പെടുകയുമില്ല. ഇദാ ലഅൻത അഹദൻ മിൻ ഖൽഖില്ലാഹി തആല, അപ്പോൾ ശപിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരും ശപിക്കപ്പെടുന്ന ഇബ്ലീസിനെ പോലും ഒരു ആൾ ശപിച്ചില്ല എന്നതുകൊണ്ട് അയാൾക്കൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല അന്ത്യനാളിൽ. എന്നാൽ ഇദാ ലഅൻത അഹദൻ മിൻ ഖൽഖില്ലാഹി തൂലിബ്ത, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ നീ ശപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നീ ചോദിക്കപ്പെടുന്നതാണ്. വലാ തദമ്മന്ന ഷൈഅൻ മിമ്മാ ഖലഖല്ലാഹു തആല, അള്ളാഹു സൃഷ്ടിച്ചതിൽ നിന്ന് ഒന്നിനെയും ഒരു കാലത്തും ഒരിക്കലും നീ ശപിക്കരുത്, കുറ്റപ്പെടുത്തരുത്. ഫഖദ് കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ലാ യദുമ്മു തആമർ റദീഅ ഖത്തു, താഴ്ന്ന ഭക്ഷണത്തെ, മോശപ്പെട്ട ഭക്ഷണത്തെ എന്ന് പറഞ്ഞാൽ രുചിയൊക്കെ കുറഞ്ഞ ഭക്ഷണത്തെ നബി തങ്ങൾ ഒരിക്കലും തന്നെ ആക്ഷേപിക്കാറുണ്ടായിരുന്നില്ല. ബൽ ഖാന ഇദഷ്തഹ ഷൈഅൻ അകലഹു വ ഇല്ലാ തറക്കഹു, പിന്നെയോ നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നബി തങ്ങൾ അത് കഴിക്കും, ഭക്ഷണം കഴിക്കും. വ ഇല്ലാ തറക്കഹു, ഇല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കും എന്നല്ലാതെ ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണത്തെ കുറ്റപ്പെടുത്താറുണ്ടായിരുന്നില്ല, ആക്ഷേപിക്കാറുണ്ടായിരുന്നില്ല എന്നതാണ്. ഇനി ഈ കാര്യങ്ങളിൽ നിന്ന് 2 കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. 7-ാമത്തെയും 8-ാമത്തെയും കാര്യം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.